നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. രോഗപ്രതിരോധ ശക്തിയെ തകരാറിലാക്കി ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയും ബാധിക്കാനിടയുള്ള ലൂപ്പസ് എന്ന വാതരോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് വിശദീകരിച്ചു തരുന്നത് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റും ക്ലിനിക്കൽ ഇമ്മ്യൂണോളജിസ്റ്റുമായ ഡോക്ടർ സുകേഷ് ഇടവലത്ത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ ലൂപ്പസ് രോഗം അല്ലെങ്കിൽ SLE എന്നൊന്ന് വിശദീകരിക്കാം? ലൂപ്പസ് എന്ന് നാം ചുരുക്കി വിളിക്കുന്ന SLE, അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമറ്റോസിസ്. മറ്റ് പല വാതരോഗങ്ങളെയും പോലെ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. അപ്പോൾ ആദ്യം ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് വിശദീകരിക്കാം. ഇമ്മ്യൂണിറ്റി എന്നാൽ നമുക്കറിയാലോ, പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിൽ. അതായത് നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും WBC, അതായത് ശ്വേതരക്താണുക്കൾ. ഇതാണ് ഇമ്മ്യൂണിറ്റിയിലൊരു പ്രധാന. ഈ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നമ്മുടേതാണെന്ന് ഈ ഇമ്മ്യൂണിറ്റിക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ബൈ ബർത്ത് നമുക്കുണ്ട്. അപ്പോൾ അത് പുറത്തുനിന്നുള്ളതിനെ മാത്രമേ അത് ആക്രമിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരുന്ന പല ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്താ സംഭവിക്കുക പറഞ്ഞാൽ, ഈ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തന്നെ ഒരു ബാഹ്യ ശക്തിയായിട്ട് തെറ്റിദ്ധരിക്കുകയും അതിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാതത്തിൽ അത് സന്ധികളെ ബാധിക്കുന്നു. ലൂപ്പസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ലൂപ്പസ് ഒരുവിധം ശരീരത്തിൽ ഒട്ടുമിക്ക അവയവങ്ങളെയും, ചർമ്മം, സന്ധി, വൃക്ക, മസ്തിഷ്കം, ഇങ്ങനെ പല ഭാഗങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അതുമാത്രമല്ല, ഇതെല്ലാവരെയും എല്ലാം ബാധിക്കണമെന്നില്ല. അപ്പോൾ രോഗത്തിൻ്റെ തുടക്കം ചില ആൾക്കാരിൽ ചർമ്മത്തിലെ രോഗമായിട്ടായിരിക്കും, ചില ആൾക്കാരിൽ സന്ധിയുടെ രോഗമായിട്ടായിരിക്കും, ചിലർക്ക് ബ്ലഡിലെ പ്രശ്നങ്ങൾ കാരണമായിരിക്കും, ചിലർക്ക് വൃക്ക തകരാറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗനിർണയത്തിന് പലപ്പോഴും കാലതാമസം വളരെയധികം നേരിടുന്ന ഒരു രോഗം കൂടിയാണ് ലൂപ്പസ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ, നമുക്ക്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറെ, അമ്മയ്ക്കാണെങ്കിൽ ശരീരം മൊത്തം അങ്ങ് വേദനയാ. അപ്പൊ ഞങ്ങള് പല ഓർത്തോ ഡോക്ടറെയും കാണുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ 2 ദിവസത്തേക്ക് കുറയും. വീണ്ടും അമ്മയ്ക്ക് ഈ അസുഖം ശരീരം മൊത്തം അങ്ങ് വേദനയാ. എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പൊ ഒരു 10-20 വർഷം കൊണ്ടുണ്ട്. ചില ഡോക്ടർമാരെ കാണുമ്പോൾ പറയാം അത് വാദത്തിന്റെയാ, വേറെ ഡോക്ടർമാരെ കാണുമ്പോൾ പറയാം അത് അസ്ഥി തേയ്മാനത്തിന്റെയാ. ഒരു സെക്കൻഡ്, എത്ര പ്രായമുണ്ട് അമ്മയ്ക്ക്? അമ്മയ്ക്ക് 67 വയസ്സുണ്ട്. 67 വയസ്സ്, അതായത് ഒരു 30-40 വയസ്സ് മുതലേ അമ്മയ്ക്ക് പ്രശ്നമുണ്ടല്ലേ? ഉണ്ട് ഡോക്ടറെ. അമ്മയ്ക്കാണെങ്കിൽ ഒരു 30-32 വയസ്സായപ്പോഴേ ഈ മെൻസസ് ആണെന്ന് നിന്നായിരുന്നു. അപ്പൊ ഇതിന്റെ ചില ഡോക്ടർമാർ പറയാം അതിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. അമ്മയ്ക്ക് കൈകാലുകളിൽ എന്തെങ്കിലും പിന്നെ ഡിഫോമിറ്റി, അതായത് എന്തെങ്കിലും രൂപവൈകൃതമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ പറയുന്നത് മിക്കവാറും ഒരു വാതരോഗം എന്ന് പറയാനാവില്ല. അതായത് ഫൈബ്രോമയാൾജിയ എന്ന് നമ്മൾ പറയുന്ന ഒരു രോഗമുണ്ട്, പേശീവാദം എന്നൊക്കെ പറയുന്നത്. അത് ഒരു സീരിയസ് ആയിട്ടുള്ള രോഗമേ അല്ല, പക്ഷെ രോഗിക്ക് ഇങ്ങനെ ശരീരത്തിൽ മുഴുവൻ വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ നടക്കാനും ഒന്നും പറ്റത്തില്ല ഡോക്ടർ. ഒരു ചെവിട് നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഭയങ്കര വേദനയായിരിക്കും. അല്ല, അത് ഈ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ഈ മുട്ടിനുള്ള തേയ്മാനൊക്കെ 67 വയസ്സുള്ള ഒരാൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് അതിൻ്റെതാവാം. ഈ 30 വയസ്സ് മുതലേ തുടങ്ങിയ വേദനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഈ പേശീവാദം വരെയുള്ള രോഗമാവാൻ, അതായത് ഫൈബ്രോമയാൾജിയ എന്ന് പറയും. അത് ഒരു പിന്നെ ഒന്നെങ്കിലും ഒരു റുമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ജനറൽ മെഡിസിൻ ഫിസീഷ്യനെയോ കാണിച്ചിട്ട് അത് ഒന്ന് കൺഫേം ചെയ്യിക്കാം. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം അല്ല ഇതെന്തായാലും. കാരണം 30 വർഷമായി അത് അങ്ങനെ തന്നെ പോകുന്നത് കൊണ്ട് അത് SLE ലൂപ്പസുമാരുള്ള ഒരു രോഗമാവാൻ സാധ്യതയില്ല. ഇത് മിക്കവാറും ഫൈബ്രോമയാൾജിയ എന്ന രോഗമാവാനാണ് സാധ്യത. വിളിച്ചിരുന്ന നന്ദി ഡോക്ടർ. ഈ സുനന്ദ പുഷ്കറിന്റെ മരണത്തിന് ശേഷമാണ് പലരും ലൂപ്പസ് എന്ന രോഗത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. ഈ രോഗത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? ലൂപ്പസ് എന്ന് പറഞ്ഞല്ലോ ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെയൊക്കെ കാരണം പഠനങ്ങൾ തെളിയിക്കുന്നത് 2ആണ്. ഒന്ന് ജനറ്റിക് അല്ലെങ്കിൽ പാരമ്പര്യം, ജനിതകം. മറ്റൊന്ന് എന്ന് പറയുന്നത് എൻവിറോൺമെന്റൽ. അപ്പോൾ ജനറ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പരമ്പരയിലുള്ള എല്ലാവർക്കും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാരമ്പര്യത്തിൽ എൻവിറോൺമെന്റൽ കാരണങ്ങൾ പലതാണ്. ചില വൈറൽ ഇൻഫെക്ഷൻസ്, അതേമാതിരി എൻവിറോൺമെന്റിൽ ചില പൊല്യൂട്ടൻസ്, സിലിക്കമാരുകൾ. അപ്പോൾ കൃത്യമായിട്ടുള്ളത് എന്താണെന്നുള്ള എൻവിറോൺമെന്റൽ കാരണങ്ങൾ. അപ്പോൾ ജനിതകം ഉണ്ട് എന്നതുകൊണ്ട് അമ്മയ്ക്ക് SLE ഉണ്ടതുകൊണ്ട് മകൾക്ക് ഉണ്ടാവണമെന്ന് 100% ഉറപ്പൊന്നുമില്ല. സാധ്യത മറ്റൊരാളെക്കാൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജാഗ്രത വേണം എന്നല്ലാണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ലൂപ്പസ് എന്ന് പറയുന്നത് ബാധിക്കുന്നത്
90% സ്ത്രീകളെയാണ്. അപ്പോൾ സ്ത്രീകളിൽ എസ്പെഷ്യലി അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, പ്രജനന കാലത്ത്, അതായത് 15 മുതൽ 40 വയസ്സുള്ള സമയത്ത്. പിന്നെ അത് വളരെ സാധാരണമായിട്ടുള്ള ഒരു അസുഖം എന്ന് പറയാം. ലൂപ്പസ് കമ്മ്യൂണിറ്റിയിൽ 0.1% ആണ്, അതായത് 1000-ൽ ഒരാൾക്ക് കാണുന്ന ഒരു രോഗമാണ്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മാഡം, എന്റെ പേര് ശൈല. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് കുറച്ച് നാളുകൊണ്ട് ഒരു 4-5 മാസമായി ഭയങ്കരമായിട്ട് ഉപ്പൂറ്റി വേദനയുണ്ട്. കാല് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ എനിക്കൊന്ന് കുറച്ച് കുറവുണ്ട്, പക്ഷെ നമ്മൾ നടന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോ ഭയങ്കര ഉപ്പൂറ്റി വേദനയാണ്. 2 കാലിലും ഉണ്ടോ? ഒക്കാറ്റേ ഉള്ളൂ, ഇടത് കാലില്. ഇടത് കാല്. രാവിലെ എഴുന്നേറ്റിട്ട് കാല് നിലത്ത് വെക്കുമ്പോൾ വളരെയധികം വേദന ഉണ്ടാവും രാവിലെ അല്ലേ? എഴുന്നേറ്റ് നിലത്ത് കുത്താൻ പറ്റത്തില്ല കാല്. ഈ ഭാഗത്തല്ലാണ്ട് വേറെ ഏതെങ്കിലും സന്ധികളിലെ വേദന എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ വലത് കാലിന്റെ മുട്ടിനൊരു ചെറിയ ബഡ്ജ് പോലെ ചിലപ്പം വരുമായിരുന്നു. ഇപ്പൊ അത് വലത് കാലിലാണ്, പക്ഷെ ഇപ്പൊ ഇടത് കാലിന്റെ ഉപ്പുറ്റിക്കാണ് ഈ സംഭവം, ഈ വേദന അത്ര. ശരി ശരി. ഈ പറയുന്നത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ മറ്റ് സന്ധികളിലേക്കൊന്നും അങ്ങനെ പടരാൻ സാധ്യതയുള്ളൊരു അങ്ങനത്തെ ഒരു വാദമൊന്നും അല്ല. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ചില എക്സസൈസുകൾ ചെയ്യാനുണ്ട്. കുറച്ച് കാലം അതിനുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുട്വെയറിൽ, അതായത് ചെരുപ്പുകളിൽ ചെറിയൊരു മാറ്റം വരുത്തണം. അതായത് ഡോക്ടേഴ്സ് ചെപ്പൽസ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല കുഷനുള്ള ചെരുപ്പ് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചില മോഡിഫിക്കേഷൻസിലൂടെ പിന്നെ എന്താ പറയുക, നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. പിന്നെ വളരെയധികം വേദന കൂടി ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റാർ ഫേഷ്യ ഭാഗത്ത് ഇഞ്ചക്ഷനിലൂടെയും ഇത് വേദന കുറയ്ക്കാൻ പറ്റുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഒരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ സാർ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ സുഭാഷ് ചന്ദ്രനാണ്. കണ്ണൂരാണ് വീട്, പക്ഷെ ഞാനിപ്പോ ജോലി ചെയ്യുന്നത് ഊട്ടിയിലാണ്. ചോദിച്ചോളൂ. എന്റെ കാലിന്റെ ഈ ഉപ്പൂറ്റിയില്ലേ, മടമ്പ് ഭാഗം, അതിന്റെ പകുതി മാത്രമാണ് ഒരു വേദന. രാവിലെ ഒക്കെ എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല. ഇത് വാദത്തിന്റെ പ്രശ്നമാണോ? ഇത് 2 കാലിലുണ്ടോ, ഒരു കാലിൽ മാത്രമാണോ? ഒരു കാലിന് മാത്രം. വയസ്സ് എത്രയായിരുന്നോ പറഞ്ഞത്? എന്റെ 48. 48. വേറെ നടുവിന് വേദന, വേറെ സന്ധികളിലെ വേദന അങ്ങനെ? നടു മണങ്ങിയാൽ നിവരാൻ കഷ്ടം, അതേപോലെ മുട്ടും മടക്കി വെച്ചാൽ പിന്നെ നീർക്കാൻ കഷ്ടം. അതെത്ര വർഷമായിട്ടുണ്ട്? ഇത് കുറെ ആയി, 3-4-5 വർഷമായി. ഇതിനായിട്ട് ചികിത്സയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ കാലിന്റെ അടിയിലെ വേദന എന്ന് പറയുന്നത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു ലോക്കൽ പ്രോബ്ലം ആണത്, മനസ്സിലായില്ലേ? അതങ്ങനെ ഒരു അടിഭാഗം എല്ലാ ഭാഗത്തും ഇല്ല, കാലിന്റെ ഉപ്പൂറ്റി മാത്രം. മനസ്സിലായി. ആ ഭാഗത്ത് ഉള്ള ബാധിക്കുന്ന ഒരു ഇതാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത്. അത് വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖമാണ്. അതൊരു സന്ധിവാതമോ അല്ലെങ്കിൽ ലൂപ്പസുമായിട്ടുള്ള ഒരു അസുഖമൊന്നും അല്ല അത്. അതിനുവേണ്ടി ചില എക്സസൈസുകൾ ചെയ്യണം. ഈ നമ്മുടെ ചെരുപ്പുണ്ടല്ലോ, അതിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ഡോക്ടേഴ്സ് ചെപ്പൽസ് പോലെയുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. പിന്നെ ചില സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യണം. ഇതിലൊന്നും മാറുന്നില്ലെങ്കിൽ അവിടെ ഇഞ്ചക്ഷനും എടുക്കുന്ന ഒരു ടെക്നിക്കും ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഭയപ്പെടേണ്ട ഒരു അസുഖമൊന്നുമല്ല. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നാ പറയാ ഇതിന്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എന്തൊക്കെയാണ് ലൂപ്പസ് എന്ന ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ? അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ലൂപ്പസ് ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കാമെന്ന്. അപ്പോൾ ഓരോ രോഗികളിലും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ആരംഭം ഉണ്ടാവുക. പക്ഷെ എല്ലാവരിലും സാധാരണയായി കാണുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി. അത് ചില ആൾക്കാർക്ക് ലോ ഗ്രേഡ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഹൈ ഗ്രേഡ് പനി ഉണ്ടാവും. പിന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, പിന്നെ സന്ധികളിലൊക്കെ വേദന, ഇതൊക്കെ എല്ലാവരിലും കാണുന്നതാണ്. സ്പെസിഫിക് ആയിട്ട് ഓരോ അവയവം നോക്കുകയാണെങ്കിൽ ഏറ്റവും സാധാരണ എളുപ്പം ഡയഗ്നോസ് ചെയ്യുന്ന ചർമ്മത്തിൽ വരുന്നവർക്കാണ്. അതായത് ചർമ്മത്തിൽ ഈ നമ്മുടെ മുഖത്ത് വരുന്ന ബട്ടർഫ്ലൈ റാഷ് എന്ന് പറയുന്ന ഒരു ചുവന്ന പാട്. ഈ ലൂപ്പസ് രോഗികളുടെ ഒരു ഇതെന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും. അതായത് അവർ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് ഈ ഇങ്ങനത്തെ, അതായത് വെയിൽ നല്ലോണം കൊണ്ടിട്ടുള്ള യാത്രയൊക്കെ കഴിഞ്ഞു വരുന്നു ഇവർക്ക് ഈ ചുവന്ന പാടുകൾ കൂടുതൽ വരും. പിന്നെ ചില ആൾക്കാർക്ക് തുടങ്ങൽ സന്ധിവാദമായിട്ടായിരിക്കും. അതായത് ആദ്യം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദമാണെന്ന് തെറ്റിദ്ധരിക്കും. അല്ല, സന്ധികളിൽ ഭയങ്കരമായിട്ടുള്ള വേദന. അങ്ങനെ മറ്റു ചിലരിൽ കാണുന്ന എങ്ങനെയാ പറഞ്ഞാൽ ബ്ലഡ് നോക്കുമ്പോൾ WBC, RBC അല്ല WBC, ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ് ഇതൊക്കെ കുറഞ്ഞു പോകുന്നു സ്ഥിരമായിട്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനം ഇവയൊക്കെക്കാളും ഗുരുതരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വൃക്കയുടെ പ്രശ്നങ്ങളാണ്. കാരണം ഇതൊക്കെ അധികവും ഈ ചർമ്മത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വൃക്കയിൽ വരുന്നത്
അതായത് അങ്ങനെയുള്ളവർക്ക് യൂറിനിൽ പ്രോട്ടീൻ പോവുക, ഇതൊക്കെ കാരണം എന്താ സംഭവിക്കാറ്, അവരുടെ BP കൂടുക, കാലിലും മുഖത്തും നീര് വരിക. അപ്പോൾ ഇത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കിഡ്നി ഫെയിലിയറിലേക്കും ഡയാലിസിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൂപ്പസ് രോഗം നിർണയം നടത്തി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കാറുള്ളത് കിഡ്നീനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. കാരണം അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലും യൂറിൻ ടെസ്റ്റിലും മാത്രമേ തുടക്കത്തിലുള്ള സ്റ്റേജിൽ മനസ്സിലാവും. അപ്പോൾ അതാണ്. പിന്നെ ചില കേസുകളിൽ മസ്തിഷ്കത്തിനെയും ബാധിക്കാം, പക്ഷെ അത് വൃക്കനേക്കാളൊക്കെ വിരളമായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഓരോരാളിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലിനിക്കൽ പ്രസന്റേഷൻസ് ആയിരിക്കും ലൂപ്പസിന് കാണാറുള്ളത്. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് ഏലപ്പാറയിൽ നിന്ന് ലൈസമ്മ മോഹൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ നമസ്കാരം. സാറേ നമസ്കാരം പറയൂ. ഈ ലൂപ്പസ് വാദം എന്ന് പറഞ്ഞാൽ എന്ത് വാദമാണ് സാറേ? ലൂപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള സന്ധികളെ മാത്രമല്ല, സാധാരണ നമ്മൾ വാദം എന്ന് പറയുമ്പോൾ സന്ധികളെ ബാധിക്കുന്ന ഒരു അസുഖമായിട്ടാണല്ലോ. ഇത് ചർമ്മത്തിനെയും ബാധിക്കാം, ചിലപ്പോൾ രക്താണുക്കളെ, അതായത് നമ്മളെ രക്തത്തിനെ ബാധിക്കാം, വൃക്കയെ ബാധിക്കാം. അങ്ങനെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ലൂപ്പസ്. ശരീരമാസകലം വേദന എന്നുള്ളത് അതിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. അത് വേറെ പല രോഗങ്ങളിലും അങ്ങനത്തെ ലക്ഷണം കാണാം. ലൂപ്പസ് എന്നുള്ളതിന് വേറെ പല പ്രശ്നങ്ങളും അതിന്റെ കൂടെ ഉണ്ടാവും. ഈ നേരത്തെ പറഞ്ഞ പോലെ ചർമ്മത്തിലെ പാടുകള്, സന്ധി വീക്കം, വിളർച്ച, രക്തം കുറയുക, പ്ലേറ്റ്ലെറ്റ് കുറയുക, അതേമാതിരി വൃക്കയുടെ പ്രോബ്ലം ഉള്ള ആൾക്കാരിൽ മൂത്രത്തിൽ പ്രോട്ടീൻ പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ആണോ? എനിക്ക് രണ്ട് മുട്ടും ഷോൾഡറും പുറവും വാരിയലിനും ഒക്കെ വേദനയുണ്ട്. അപ്പൊ ഞാൻ സന്ധിവാദമാണെന്ന് വിചാരിച്ച മരുന്ന് കഴിച്ചു. എത്ര വർഷമായിട്ട്? കൊറേ കാലമായി സാറേ. എനിക്ക് 38 വയസ്സില് ഇത് നിന്നതാ, പീരിയഡ്സ് നിന്നതാ. അപ്പം അത് 2 വർഷം കഴിഞ്ഞപ്പോ തൊട്ട് ഇങ്ങനെ തുടങ്ങി. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പൊ എനിക്ക് ഒരു 10-15 വർഷമായിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കുന്നുണ്ടോ സന്ധിവാദത്തിന്? ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കുമ്പോൾ പറയും അതെല്ലാം തേയ്മാനമാന്ന് പറഞ്ഞാൽ അവര് കുറെ മരുന്ന് തരും. നമ്മൾ അത് കഴിച്ചു കഴിയുമ്പോ മേല് മൊത്തം വീക്കം ഒക്കെ ആകും. ഇപ്പൊ ഞാൻ ഒരു ആയുർവേദ ഡോക്ടറിനെ കാണിക്കുക, പള്ളിക്കത്തോട്. അപ്പൊ സാറ് ഇങ്ങനെ ഇതിന്റെയാണ് ഭാഗത്തിന്റെയാന്ന് പറഞ്ഞ് മരുന്ന് തരുന്നുണ്ട്. ഇപ്പം കുറെ കുറവുണ്ട്. എങ്കിലും ചില നേരം കാലിന്റെ മുട്ടൊക്കെ ഇങ്ങനെ കോച്ചി വലിച്ചിരിക്കും. ഈ പറയുന്നത് ലൂപ്പസ് രോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും അല്ല. ഇത് ഒന്നെങ്കിൽ പിന്നെ ഈ തേയ്മാനത്തിന് 38 വയസ്സിൽ തേയ്മാനം തുടങ്ങുന്നത് കാണാറുണ്ട്. അതല്ലെങ്കിൽ ഈ മുൻപ് പറഞ്ഞ പോലെ ഫൈബ്രോമയാൾജിയ എന്നുള്ള ഒരു രോഗത്തിലും ഇതേപോലെ ശരീരമാസകലം വേദനയൊക്കെ കാണാറുണ്ട്. സന്ധികൾക്കുള്ളിൽ വീക്കമുണ്ടെങ്കിൽ ESR ഒക്കെ കൂടുതലായിരുന്നു മുമ്പ് നോക്കുമ്പോൾ? ESR എത്രയുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? 52 ഉള്ളവർ. അപ്പൊ ചിലപ്പോൾ സന്ധിവാദം ആവാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായി ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ്മെന്റ് നേടാൻ. ലൂപ്പസ് പോലെയുള്ള ഒരു രോഗമാണെന്ന് തോന്നുന്നില്ല നിങ്ങൾ പറയുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട്. ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി വീട്ടിലിരിക്കുക. സർക്കാർ ആശുപത്രിയിലായിരുന്നു. ഇപ്പൊ 2 വർഷമായി. അപ്പൊ ഞാൻ വീട്ടിലിരിക്കുക. എനിക്ക് ഇപ്പൊ ഇത്തിരി കുറവുണ്ട്. എങ്കിലും ഇങ്ങനെയൊക്കെ ഒരു പരസ്യം കാണുമ്പോൾ ചോദിക്കാനൊരു വ്യഗ്രത. ശരി. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. പല ഭാഗങ്ങളിൽ പല രീതിയിലാണ് അതിൻ്റെ ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ടെസ്റ്റുകൾ കൊണ്ട് മാത്രമല്ല, ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ്. അതായത് ഒരു ഡോക്ടർ രോഗിയുടെ രോഗലക്ഷണങ്ങൾ കേൾക്കുന്നു, പരിശോധിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ റൊട്ടീൻ ടെസ്റ്റുകൾ ചെയ്യും. അതായത് നമ്മൾ ബ്ലഡിൽ നേരത്തെ പറഞ്ഞല്ലോ WBC, ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ്, ഇതൊക്കെ സാധാരണ ചെയ്യുന്ന കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ ഇതെന്താണെന്ന് അതിൻ്റെ സ്ഥിതി നോക്കും. പിന്നെ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അത് കഴിഞ്ഞ് രോഗലക്ഷണങ്ങളൊക്കെ കണ്ട് ഇത് ലൂപ്പസ് ആവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോൾ ANA എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ANA ലൂപ്പസ് രോഗികളിൽ 95% പേരിലും പോസിറ്റീവായിരിക്കും. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ANA പോസിറ്റീവായ ലൂപ്പസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ANA വേറെ പല ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളിലും വാദങ്ങളിലും പോസിറ്റീവായി വരാം. ഈവൻ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ANA പോസിറ്റീവായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ANA പോസിറ്റീവായി വന്നു, രോഗലക്ഷണങ്ങളൊന്നും കാണില്ല, ലൂപ്പസ് രോഗമാണോ എന്ന് അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ANA പോസിറ്റീവാണ്, രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ anti-DS DNA, കോംപ്ലിമെൻറ്റ്സ്, ഇങ്ങനത്തെ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യും. കിഡ്നി തകരാറുള്ള ആൾക്കാരിൽ
ചിലപ്പോൾ കിഡ്നിയുടെ ബയോപ്സിയും ചെയ്ത് എത്രത്തോളം രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. ഇതൊക്കെ വെച്ചിട്ടാണ് ലൂപ്പസ് എന്നുള്ള ഡയഗ്നോസിൽ എത്താറുള്ളത്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ നമുക്ക്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ കൊല്ലത്ത് നിന്ന് ജനോവയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, പറയും. പിന്നെ ഡോക്ടർ, എനിക്ക് യൂട്രസ് എടുത്തിട്ട് ഒരു 4-5 മാസമായി. അപ്പൊ ഈ വലത് കാലിലെ 2 ഉപ്പൂറ്റിയും രാവിലെ ആകുമ്പോ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന. ഈ ഉപ്പൂറ്റിയിലാണ് വേദന. ഇത് ഏത് തരം വാദത്തിൻ്റെതാണോ ഇത്? ഇത് വയസ്സെത്രയെന്നാ പറഞ്ഞത്? എനിക്ക് 43 വയസ്സ്. 43 വയസ്സ്. ഭാരം വർദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ അടുത്ത കാലത്തായിട്ട്? ഇല്ല ഇല്ല ഇല്ല, ആ യൂട്രസ് എടുക്കുന്ന മുമ്പേ ഉള്ള വെയിറ്റ് തന്നെയാണ്. അത്രയാണ്. അല്ല, ഭാരം കൂടുതലുള്ള ആളാണോ? എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, അതിനുള്ള വെയിറ്റ് അത്രയുള്ളൂ. ഈ പറയുന്നത് ഒരു സന്ധിവാദം എന്ന് പറയുന്ന ഒരു രോഗമായിട്ടൊന്നല്ല. ഇത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗമായിട്ടാണ് തോന്നുന്നത്. വളരെ സാധാരണമായി കാണുന്നതാണ് കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്ത് വേദന ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കുറച്ച് ചില എക്സസൈസുകളും അതേമാതിരി നമ്മളെ സ്ലിപ്പറിലൊരു മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഭയക്കേണ്ട ഒരു രോഗമൊന്നും അല്ല ഈ പറഞ്ഞിട്ടുള്ളത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഒരു കോളും കൂടി ഉണ്ട്. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞങ്ങൾ പാലക്കാട് ജില്ല തൊടുവായിരുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് 51 വയസ്സ് കാണും, വെയിറ്റ് 94 കിലോ ഉണ്ട്. മുട്ടിന് നല്ല കണിശലായ വേദന, ഇരുന്ന് എണിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. തടിയില്ല, പക്ഷെ എനിക്ക് വയറ് മാത്രമേ ഉള്ളൂ. തടി മാക്സിമം ഉള്ള തടിയേ ഉള്ളൂ. നോർമൽ കുറെ കാലങ്ങളായിട്ട് 2 മുട്ടുകളിലാണ് അല്ലേ വേദന? അതെ സാർ, അതെ സാർ. കുറച്ച് കൂടുതൽ. വേറെ ഏതെങ്കിലും സന്ധികളിൽ ഉണ്ടോ? ഇല്ല ഇല്ല സാർ, വേറെ ഏത് സന്ധികളിലും ഇല്ല. ഇതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പറയല്. പ്രായസംബന്ധമായിട്ട് വരുന്ന ഒരു വാദം എന്ന് വേണമെങ്കിൽ പറയാം. മുട്ടുകളിൽ ഇത് തേയ്മാനമാണ് സംഭവിക്കുന്നത്. അതായത് മുട്ടിന്റെ കാർട്ടിലേജ് തേഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വാദം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് അങ്ങനെ ഇതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെയിറ്റ് കൂടുതലുള്ള ആളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, പിന്നെ മുട്ടിന്റെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫിസിയോതെറാപ്പി ചെയ്യുക, മുട്ടിന്റെ ബലപ്പെടുത്താനുള്ള ഫിസിയോതെറാപ്പി ചെയ്യുക. അത് മുൻകൂട്ടി കാണിച്ച് നല്ലതെന്താ പറഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്യാണ്ട് നോക്കാം നമുക്ക്. കാരണം അത് തേയ്മാനം വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ വേദന കൂടുകയും പിന്നീട് മുട്ട് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയിലേക്ക് പോകണ്ടോ അങ്ങനത്തെ സ്ഥിതിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുൻകൂട്ടി അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകളും അതുപോലെ തന്നെ വ്യായാമങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്യാണ്ട് ഒരു പരിധിവരെ നമുക്ക് നോക്കാൻ പറ്റും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, ഈ ലൂപ്പസിനുള്ള ചികിത്സ എങ്ങനെയാണ്? മരുന്നുകൾ കൊണ്ട് മാത്രമാണോ അതിനുള്ള ചികിത്സ ഉള്ളത്? ലൂപ്പസിനുള്ള ചികിത്സ മരുന്നുകൾ കൊണ്ട് തന്നെയാണ്. അതായത് ഓപ്പറേഷൻ മാതിരിയുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ലൂപ്പസിനില്ല. ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ, പല അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ ഏത് അവയവത്തെ ബാധിച്ചിരിക്കുന്നു, എത്രത്തോളം തീവ്രമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതനുസരിക്കും. ഇപ്പൊ ചർമ്മത്തിന് മാത്രമുള്ള ബാധിച്ചിരിക്കുന്ന ചില ലൂപ്പസ് രോഗികളുണ്ടാകും. അവരിലെ ട്രീറ്റ്മെന്റ് വ്യത്യസ്തമായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഇതിൽ കിഡ്നി പോലെയുള്ള അവയവങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി ബയോപ്സി ചെയ്ത് അതിൻ്റെ തീവ്രത അനുസരിച്ച് ഇൻഡക്ഷൻ തെറാപ്പി എന്ന് പറഞ്ഞ് നമ്മൾ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മരുന്നുകൾ, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് ഇതിൻ്റെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് 6 മാസത്തിനുള്ളിൽ രോഗത്തിന് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കിഡ്നീനെ ബാധിച്ചവരാണെങ്കിൽ അവരുടെ യൂറിനിൽ പ്രോട്ടീൻ കുറയ്ക്കുക, പിന്നെ ബി പി കൂടുതലായിരിക്കും, ബി പി കുറയ്ക്കുക. അങ്ങനെ രോഗനിയന്ത്രണ വിധേയമായി 6 മാസത്തിനുള്ളിൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നതാണ് മരുന്നിലൂടെ. അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റെനൻസ് തെറാപ്പി എന്ന് പറയും. പിന്നെ അത് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒരു മാറാവ്യാധിയാണോ എന്നുള്ളതാണ് പല ആൾക്കാരുടെയും സംശയം. രോഗം മാറുമോ? മാറാവ്യാധി എന്ന് പറയാൻ പറ്റില്ല. രോഗം പൂർണ്ണമായി നിയന്ത്രിക്കാനാവും. പക്ഷെ ചെറിയ തോതിലുള്ള മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരും മിക്കവാറും രോഗികളിൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഇത് മരുന്ന് കഴിക്കുന്ന സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. വേറെ ഉപദേശങ്ങളും കേട്ട് മരുന്ന് നിർത്തുന്നു, രോഗം ശക്തിയായി തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള സ്റ്റേജിൽ വീണ്ടും ശക്തമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഡോക്ടറുടെ ഫോളോ അപ്പിൽ കൃത്യമായി മരുന്ന് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്.
ഓക്കെ, ഈ മരുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് അതൊരു മരണകാരണമാവുന്നത് ഈ രോഗം? അല്ല, മരുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ രോഗം ശക്തമായി തിരിച്ചു വരുന്നു. അത് രോഗം തീവ്രമായ അങ്ങനെയാണ് മരണം വരിക. അല്ലാണ്ട് മരുന്ന് നിർത്തിയ ഉടനെ മരണം വരിക എന്നുള്ള അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നല്ല. ഇപ്പൊ മരണകാരണം എന്ന് പറഞ്ഞാൽ മരണം ഉണ്ടാവുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കിഡ്നി ഫെയിലർ വരുമ്പോഴാണ്. അപ്പൊ ഇപ്പോൾ കിഡ്നി ഫെയിലർ വരുമ്പോൾ ഡയാലിസിസ് അതുപോലുള്ള ഇതുണ്ട്. പിന്നെ മരണകാരണം എന്ന് പറയുന്നത് റെയർ ആയിട്ട് ബ്രെയിനെ ബാധിക്കുന്ന ചില സംഭവം. അപ്പോൾ കൃത്യമായ ചികിത്സ നേടുകയും ഡോക്ടർ ഫോളോ അപ്പ് ഇല്ലാത്തതും ആണ് മരണകാരണത്തിലേക്ക് അധികം നയിക്കുന്നത്. അല്ലാതെ തുടക്കത്തിൽ തന്നെ മരണത്തിലേക്ക് പോകുന്ന വളരെ വിരളമായിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ. കൃത്യമായ ചികിത്സ നേടിയാൽ മരണത്തെ പറ്റിയൊന്നും എങ്ങനെ നല്ല കിഡ്നി ഫെയിലർ വരാണ്ട് നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഇത്. ഏതെങ്കിലും തരത്തിലുള്ള അലർജി ലൂപ്പസിന് കാരണമാകുന്നുണ്ടോ? ഇല്ല, അലർജിയും ചില രോഗികളിൽ അലർജി കാണാറുണ്ട്, പക്ഷെ അത് ലൂപ്പസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഇതൊന്നുമല്ല. എയ്ഡ്സ് എന്നുള്ള രോഗവും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇതും ലൂപ്പസും തമ്മിൽ എന്തെങ്കിലും? എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് രോഗം എന്ന് പറയാനാവില്ല. എയ്ഡ്സ് രോഗികളിൽ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ചില മാനിഫെസ്റ്റേഷൻസ് കാണാറുണ്ട്. അത് ഉദാഹരണത്തിന് സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ, സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഒക്കെ അവർക്ക് കൂടാറുണ്ട്. അതല്ലാതെ SLE എയ്ഡ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഒന്നും. ഈ സ്ത്രീകളിലാണ് ലൂപ്പസ് രോഗം കൂടുതലെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഗർഭാവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? സ്ത്രീകളിൽ ആണ്, ഞാൻ പറഞ്ഞല്ലോ, പ്രജനന കാലഘട്ടത്തിലാണ് വരുന്നത്. ചില സ്ത്രീകളിൽ, ഈ ലൂപ്പസ് ഉള്ള സ്ത്രീകളിൽ ഇത് കാരണം ഗർഭാലസ്യം ഉണ്ടാവാനും, അതായത് അബോർഷൻ ഉണ്ടാവാനും, അതേപോലെ ഗർഭകാലത്ത് BP കൂടുക, എക്ലാംസിയ എന്ന് പറയും, അങ്ങനെയൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ചില രോഗികളിൽ ഇത് ലൂപ്പസ് ആദ്യമായി കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അബോർഷൻ നടക്കുന്ന സമയത്തായിരിക്കും കണ്ടുപിടിക്കാറുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ, ലൂപ്പസ് ഉണ്ട് എന്ന് അറിയുന്ന രോഗികൾ ലൂപ്പസിനുള്ള മരുന്ന് കഴിച്ച് രോഗം പൂർണ്ണമായി 6 മാസം നിയന്ത്രണ വിധേയമായ ശേഷം വേണം ഗർഭം ധരിക്കാൻ. ഇവരിൽ വിവാഹ ജീവിതവും കുടുംബജീവിതവും ഒക്കെ സാധാരണമായി നടക്കും, ശരിയായ ട്രീറ്റ്മെന്റ് നേടുകയാണെങ്കിൽ. അതിനെപ്പറ്റി ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറോട് ചോദിച്ച് രോഗം നിയന്ത്രണ വിധേയമായോ എന്ന് ഉറപ്പുവരുത്തുക, അതാണ് ചെയ്യേണ്ട കാര്യം. ഡോക്ടറിന് സമയം പൂർണ്ണമായി. ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.